ഞാൻ വാഴപ്പിണ്ടി കൊണ്ട് ഒരു നല്ല വാഴപ്പിണ്ടിയും പരിപ്പും കൂട്ടിയിട്ട് നല്ലൊരു പരിപ്പ് മുളക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം വാഴപ്പിണ്ടി, 1 മുറി തേങ്ങ, 1 ടീസ്പൂൺ ജീരകം, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, 4 പച്ചമുളക് അതിൽ കീറിയിടാൻ വേണ്ടിയിട്ട്, വറുക്കുന്നതിന് വേണ്ടി കടുകും മുളകും കറിവേപ്പിലയും, അരക്കാൻ വേണ്ടി തേങ്ങയും ജീരകവും. പച്ചമുളക് ഒന്നുകിൽ അരക്കുന്നതിൽ ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് കറിയിൽ നടുകപ്പളന്നിടാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ എടുത്താൽ മതി, അത് നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഉപ്പ് ആവശ്യത്തിന്. കടുക് വറുക്കുന്നതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും വേണം. വാഴപ്പിണ്ടി എങ്ങനെ മുറിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നേരി മുറിക്കണം. അതിന് ശേഷം അതിൻ്റെ നാരെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇതുപോലെ മുറിച്ചിട്ട് എല്ലാം കുനുകുനാ മുറിക്കണം. ഇതുപോലെ ഭയങ്കര ചെറിയ പൊടി പൊടിയായിട്ട് ഇരിക്കണം. ഞാൻ പീസ് പരിപ്പ് മുളക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചു. 1 കപ്പ് പീസ് പരിപ്പിന് നകൊക്കെ വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലാണ് വെച്ചേക്കുന്നത്. കുക്കറിൻ്റെ മൂടിയിട്ടു. അതിൽ വിസിൽ സൗണ്ട് കേൾക്കുമ്പോൾ വെയിറ്റ് ഇടണം. ഇനി ഒരു 2-3 വിസിൽ വന്നിട്ടാകുമ്പോൾ നമുക്ക് ഓഫാക്കിയിടാം. ജീരകവും തേങ്ങയും ഞാൻ മിക്സിയിലെ ജാറിലിട്ടിട്ട് അരച്ചിട്ട് കൊണ്ടുവരാം. അധികം അരയണ്ട കേട്ടോ, ഒന്ന് കുറച്ചായാൽ മതി. അപ്പോൾ പരിപ്പ് പകുതി വേവായി. ഇനി ഇതിലേക്ക് ഞാൻ വാഴപ്പിണ്ടി ചേർക്കുന്നുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഒരു 4 പച്ചമുളക് നടുക പൊളർന്നിട്ട് ചേർക്കുന്നുണ്ട്. ഇതിൽ വെള്ളം കുറവായതുകൊണ്ട് 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് കുക്കറിൻ്റെ മൂടി ഇട്ടിട്ട് 1 വിസിൽ വരുന്നത് വരെയും കൂടി വേവിക്കണം. സ്റ്റീമെല്ലാം പോയി. ഞാൻ കുക്കറിൻ്റെ മൂടി എടുത്തു. ഇപ്പോൾ അതാ കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജീരകവും തേങ്ങയും അരച്ചതും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അത് ചേർക്കുക. മിക്സിയിലാണ് അരച്ചത്, അധികം അരയണ്ട, ഒരു തരിതരിപ്പ് പോലെ അരച്ചാൽ മതി.
ഇനി നമ്മളെ പാകത്തിന് വെള്ളം ചേർത്തിട്ട് വാഴപ്പിണ്ടി പരിപ്പ് കറി ഉണ്ടാക്കാം. മുളക് ഞങ്ങൾ മുളക് എന്നാണ് പറയുന്നത്, ഇവിടെ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഞാനൊരു കരണ്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടുക് ചേർക്കുന്നത്. കടുക് പൊട്ടുമ്പോൾ അതിൽ മുളകും കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇനി ഇത് ഞാൻ കറിയിലേക്ക് ഇടുവാണ്. അങ്ങനെ നമ്മുടെ വാഴപ്പിണ്ടി പരിപ്പ് കറി റെഡിയായി. വാഴപ്പിണ്ടി പരിപ്പ് കറി മുളക് റെഡിയായി. ഇതെല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം.